ഹായ്, ഗുഡ് ഈവനിങ് ടു ഓൾ. ഒത്തിരി ആളുകൾ ഭയങ്കരമായിട്ട് ഡൗട്ട് ചോദിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ വീടിൽ മഞ്ഞ ഉണ്ടോ എന്ന് നോക്കട്ടെ. മുറ്റത്ത് എവിടെയെങ്കിലുമൊക്കെ കാണേണ്ടതാണ്. ഒരു മഞ്ഞ പൂല് ബ്രഹ്മീൻ്റെ ഇല പോലെ ഉണ്ടാകുന്ന, നമ്മൾ കറി വെക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ഇതുണ്ട്. അപ്പോൾ അതാണോ ബ്രഹ്മി എന്നുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ റിയലായിട്ടും ബ്രഹ്മി ഏതാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നമുക്ക് പോകാം വീഡിയോയിലേക്ക്. അപ്പം ഞാനിനി നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തരാൻ പോകുന്ന ബ്രഹ്മിയാണ് കേട്ടോ. ഇതെന്ന് പറയുന്ന സാധനം കിരിയാത്ത് എന്ന് പറയും. ചിലർ പനിക്കൂർക്ക, ഒരു കിരിയാത്തിൻ്റെയും പനിക്കൂർക്കേൻ്റെയൊക്കെ വർഗ്ഗത്തിൽപ്പെട്ട, അപ്പോൾ കിരിയാത്തെന്നും പറയാം, പനിക്കൂർക്കാന്നും പറയാം. പക്ഷേ എങ്കിൽ പനിക്കൂർക്കയുടെ മണമല്ല, കിരിയാത്ത് എന്ന് പറയും. ഇത് ഷുഗർ പേഷ്യൻറ്റിനൊക്കെ വെള്ളം തിളപ്പിച്ച് കഴിക്കുന്ന സാധനമാണ് കേട്ടോ. ഇത് പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ കൃഷ്ണ തുളസി. ഇത് നിങ്ങൾക്കറിയാമല്ലോ, ഇത് കയ്യുണ്യം, ഇങ്ങനെയൊക്കെ നിൽക്കുന്നത്. അപ്പം ഈ കാണുന്ന സാധനമാണ് ബ്രഹ്മി എന്ന് പറയുന്നത്. അതായത് ഈ വെള്ളത്തണ്ടോടുകൂടി വെള്ളപ്പൂവായിരിക്കും കേട്ടോ. ഇതിന് ഈ സാധനമാണ് ബ്രഹ്മി എന്ന് പറയാം. ഇപ്പം ഇതൊക്കെ ഇവിടെ നിന്നൊക്കെ ആളുകളൊക്കെ ഇന്നലെ പറിച്ചു, ഇങ്ങനെ വരുന്ന ആളുകളൊക്കെ ഇത് പറിച്ചെടുത്തുകൊണ്ട് പോകുന്നതാണ്. അപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ ഇങ്ങനെ കാട് പിടിച്ചൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഞാൻ അധികം അങ്ങനെ ശ്രദ്ധിക്കാറൊന്നുമില്ല. അതിന് പ്രത്യേകിച്ച് ഞാൻ വളമൊന്നും ചെയ്യാറൊന്നുമില്ല. ഇങ്ങനെ ഇതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ മഴയൊക്കെ ആണെങ്കിലും ഇങ്ങനെ കിടന്നോളും. അപ്പം ഇങ്ങനെ ഈ കിടക്കുന്ന സാധനമാണ് ഈ ബ്രഹ്മി എന്ന് പറയുന്നത്. ഇഷ്ടംപോലെ കണ്ടങ്ങളിലും അവിടെ ഇവിടേക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ബ്രഹ്മി എന്ന് പറയുന്ന സാധനം. ഇനി നിങ്ങൾക്ക് ബ്രഹ്മിയുടെ മുകളിൽ ഡൗട്ട് അടിക്കണ്ട. അപ്പോൾ ഇതിൽ വെള്ളപ്പൂവായിരിക്കും ഉണ്ടാവുക. ഇല എന്ന് പറയുന്നത് കണ്ടോ, കുഞ്ഞി ഇലയാണ്, വെള്ളത്തണ്ടാണ്. ഈ ഒരു ലെവലിലാണ് കേട്ടോ ബ്രഹ്മി ഉണ്ടാവുക. അപ്പം ബ്രഹ്മി കാണാത്തവർ കണ്ടില്ല എന്ന്. അപ്പോൾ ഈ ബ്രഹ്മി ഇട്ടിട്ട് നമുക്ക് കുട്ടികൾക്ക് പാല് തിളപ്പിച്ച് കൊടുക്കാം. ബ്രഹ്മി വെച്ച് നമുക്ക് ചമ്മന്തി അരയ്ക്കാം. ബ്രഹ്മി ഉണക്കി പൊടിച്ച് ചെയ്യാം. ഈ ബ്രഹ്മിയും ചമ്മന്നുള്ളിയും വെള്ളമെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് ലേഗി ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ഇഷ്ടം പോലെ ഔഷധ ഗുണമുള്ള സാധനങ്ങൾ ഉണ്ടാക്കാം കേട്ടോ. അപ്പം ഇവിടെ ഈ കാണുന്നത് നമ്മുടെ വീണ്ടും പച്ചക്കറി കൃഷിയിൽ വന്ന, ഇത് നിത്യവഴുതന കൃഷി ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് നമ്മുടെ വാളരിപ്പയർ, ഇത് ചതുരപ്പയർ എന്ന് പറയും. ഇങ്ങനെ ഓരോന്നൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൊച്ചു കൊച്ചു കൃഷി. പിന്നെ ഇത് നമ്മുടെ സ്വന്തം ശംഖുപുഷ്പം, വെള്ളയുണ്ട്, നീലയുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ എനിക്ക് കറ്റാർവാഴ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അവയെല്ലാം പോയി. അങ്ങനെ നമ്മുടെ വഴുതനയൊക്കെ കായ്ച്ചിട്ടുണ്ട്, വെണ്ട കായ്ച്ചു, കാ പറിക്ക് തുടങ്ങി. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ മുന്നോട്ടേക്ക് പോകുന്നു. അപ്പം ഇന്ന് എല്ലാവരും ബ്രഹ്മി കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇവിടേക്ക് ഇങ്ങനെ ഇഷ്ടംപോലെ ചെടിയും കാടും ഒക്കെയാണ്, ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഇതെല്ലാം മിറ്റമാണ്. എല്ലാവരും കാണിക്കുന്നുള്ള മുറ്റത്ത് ജില്ലയൊന്നും ഇട്ടിട്ടൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ എല്ലാ സാധനവും മുറ്റത്ത് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്.